ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ജിതിൻ ഉന്നയിച്ച ഒരു ആരോപണം, യഥാർത്ഥത്തിൽ ഇത് CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയല്ല ചെയ്തത്, മറിച്ച് മുസ്ലിം സംഘടനകൾ, അതിൽ അദ്ദേഹം പറയുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ, നേരത്തെ മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞത് സംഘപരിവാർ അജണ്ടയ്ക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു നൽകുകയാണ് CPIM ചെയ്തത്, സർക്കാർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ തോതിൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുയർന്നു, സമസ്ത ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ഉന്നയിച്ചു. ആ പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്നതാണ് BJPയുടെ ആരോപണം. അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാനുള്ളത്. അതായത് ഇപ്പം മുസ്ലിം സമൂഹത്തിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ സമസ്തയ്ക്കോ ഒക്കെ കീഴടങ്ങിയെന്ന് BJPക്കാർ പറയും, മറുഭാഗത്ത് നിൽക്കുന്നവർ പറയും പിന്നെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കീഴടങ്ങി, അല്ലെങ്കിൽ BJPയുടെ സമ്മർദ്ദത്തിന് വേണമെങ്കിൽ കീഴടങ്ങി, RSSന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങി എന്ന് പറയും. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ ഈ സർക്കാർ നിഷ്പക്ഷമാണെന്നുള്ളത്. പക്ഷെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അല്പസമയം അഭിലാഷ് അറിയിച്ചേ പറ്റൂ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചാനൽ ചർച്ചകളിൽ ഈ PM ശ്രീ പദ്ധതിയെ ബ്ലൈൻഡ് ആയിട്ട് എതിർത്ത ഒരാളല്ല ഞാൻ. അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന്, ഇവരിവിടെ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർ ആരോപിക്കുന്നത് സംഘപരിവാർ അജണ്ടകൾ ഇന്ത്യൻ ചരിത്രത്തിൽ പോലും വ്യാഖ്യാനിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസ് ആയിട്ട് അത് മാറും. അതിനു വേണ്ടിയിട്ടാണ് ഈ സാമ്പത്തികമൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു, ഇപ്പോഴും അത് പബ്ലിക് സ്പേസിലുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് PM ശ്രീ പദ്ധതിയെ സൈൻ ചെയ്യുന്ന ഏതൊരു സർക്കാരിനും ആ ഗവൺമെന്റ്, ആ സംസ്ഥാന സർക്കാരുകൾക്ക് സിലബസ് എന്താണെന്നുള്ള വിവരം അവർക്കാണ് തീരുമാനിക്കാനുള്ള പരമാധികാരം. അതിൽ കേന്ദ്ര സർക്കാരോ കേന്ദ്ര വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റോ ഇടപെടത്തില്ല എന്ന് പറഞ്ഞാൽ, അതാണ് V ശിവൻകുട്ടി പറഞ്ഞത്, സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് പഠിപ്പിക്കുന്നത് എന്താണെന്ന്. അത് സംഘപരിവാർ അജണ്ടകൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്രമന്ത്രി ഇപ്പൊ പറഞ്ഞതിനോട് പിൻബലമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒന്നതെ. രണ്ടാമത്, ഇതിന്റെ ഗുണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുകയും, ഈ പദ്ധതിയുടെ ഗുണം എന്ന് പറയുന്നത് മരവിച്ചു വെച്ചിരിക്കുന്ന ഫണ്ടുകൾ ആരുടെയൊക്കെയാണ്, അതായത് പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഏതാണ്ട് 1,11,000 വരുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട SSK പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണം പിടിച്ചു വെച്ചിരിക്കുന്നു. PM ശ്രീയുടെ പേരിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടേണ്ട 46 ലക്ഷത്തോളം വരുന്ന നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു. 5,60,000 വരുന്ന പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പാഠപുസ്തകവും യൂണിഫോം സഹിതമുള്ള മുഴുവൻ പൈസയും പിടിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് അതെല്ലാം പരിമിതമായ സാമ്പത്തിക ശേഷി റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പദ്ധതിയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 ഘടകങ്ങളാണ്. നിരവധി, ഞാൻ പ്രതികരിക്കട്ടെ, 3 ഘടകങ്ങളാണ് ഇതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്, ലോകത്തിന് മാതൃക. പക്ഷെ ഇനിയും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. ഒന്ന്, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കുക സ്പോർട്സിൽ. രണ്ടാമത്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികളെ കുറച്ചുകൂടെ ഉത്തേജിപ്പിക്കുക. മൂന്നാമതാണ് ഏറ്റവും പ്രധാനം, ലോകവ്യാപകമായിട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാർഷിക മേഖലകളിൽ കുട്ടികളെ അടുപ്പിക്കുക എന്നുള്ളത്. അറിയാമല്ലോ, ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്ത് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അത് പറയാൻ കാരണം അവിടെയൊക്കെ അങ്ങനെ. പക്ഷെ നമ്മൾ ഇപ്പോഴും കുട്ടികളെ പുസ്തകപ്പുഴുക്കളായിട്ട് മാത്രമാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഈ 3 ഘടകങ്ങളോട് കൂടി അതിന്റെ ഫണ്ട് നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഒരുക്കുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് ഈ ഞെരുങ്ങുന്ന സാമ്പത്തിക അവസ്ഥയിലും നമ്മൾ പിന്നോട്ട് പോകുന്നത് ശരിയല്ല. അതാണ് അതിന്റെ യുക്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ ഈ സിലബസ് തീരുമാനിക്കുന്നത് കേരളമെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമാക്കി നമുക്ക് ലഭിച്ച അവസരങ്ങൾ ഇല്ലാതാക്കി? അവിടെയാണ് ശ്രീ അനുരാജിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിച്ച് പ്രസക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇടത് സർക്കാർ തന്നെയല്ലേ അതിന് മറുപടിയായി നൽകേണ്ടി വരുന്നത് എന്ന എൻ്റെ ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, താങ്കൾ ഈ പറയുന്നത് എന്തുകൊണ്ട് CPIക്കും അതിൻ്റെ യുവജന സംഘടനയ്ക്കും വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒന്നും ബോധ്യപ്പെടുന്നില്ല? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് 2 തവണ മന്ത്രിസഭയിൽ ഇത് പരിഗണന വന്നപ്പോൾ CPI എതിർത്തു, മാറ്റിവെച്ചു. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ പലരും ഇതിനെ എതിർത്ത് മാറ്റിവെച്ചു. പക്ഷെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം എന്താണ് ചെയ്യുന്നത്? സമരങ്ങളും എതിർപ്പുകളൊക്കെ സ്വാഭാവിക ജനാധിപത്യത്തിലുണ്ടാവും. അതിന് നടപ്പാക്കിയില്ലെങ്കിൽ നടപ്പാക്കിയാലും ഉണ്ടാവും, സ്വാഭാവിക. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഉത്തരവാദിത്തം വളർന്നു വരുന്ന തലമുറയോടാണ്. അത് നിർവഹിച്ചിട്ടുള്ള സർക്കാരുകളാണ് ഒരു പരിധി വരെ കേരളത്തിലെ എല്ലാ ഗവൺമെന്റുകളും.
അതിന്റെ നേട്ടമാണ് കേരളം ഇന്ന് കൊയ്യുന്നത്. അതിന്റെ നേട്ടമാണ് ഏത് വിദേശ രാജ്യത്ത് പോയാലും നമ്മുടെ കുട്ടികൾ മുന്നിൽ നിൽക്കുന്നതിന് കാരണം. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധി. അതിന്റെ അവസാനത്തെ വാക്കായിട്ട് പറഞ്ഞ ഒരാളുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ 4 ദിവസം മുമ്പ് ആദരണീയ നമ്മുടെ രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെ ഒരു ജൂബിലി ആയിട്ട് ബന്ധപ്പെട്ട് വന്ന് പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്. അറിയോ, കേരളം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലകളിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. നമുക്ക് അത് കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രശംസയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നമ്മുടെ രാഷ്ട്രപതി നൽകിയത്. നമുക്കത് പോരാ, നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. പക്ഷെ തെറ്റിദ്ധാരണകൾ മാറ്റി അത് കാവ്യവൽക്കരണം നടക്കുകയാണെന്നുള്ളത് ബോധ്യപ്പെടുത്തി ആ ഉപസമിതി അത് അപ്പോൾ ശ്രീ അനുരാജ് ചോദിക്കുന്ന ചോദ്യമാണല്ലോ, ഇത് എന്തിനു മാറ്റിവെക്കണമെന്നതിന് ഇതുവരെയും ഉത്തരവാദിത്തത്തോടു കൂടി മറുപടി പറയേണ്ടത് CPIM നൽകുന്ന ആ സർക്കാരാണല്ലോ. കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ നയിക്കുന്നത് CPIM ആണല്ലോ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മള് കാലഘട്ടത്തിന് മുന്നേ സഞ്ചരിച്ചില്ലെങ്കിൽ കാലഘട്ടത്തിനൊപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് സഞ്ചരിക്കുന്നവരാണ് വിദ്യാഭ്യാസ മേഖലകളിലും അല്ലാത്തടത്തൊക്കെ ഉള്ള രാജ്യങ്ങളും അതും അവർ നേടിക്കുന്ന നേട്ടങ്ങളും. ആ നേട്ടമാണ് കേരളം ഇപ്പൊ അനുഭവിക്കുന്നത്. ഇപ്പൊ CPIM ഉന്നയിച്ച ആശങ്കകൾ ന്യായമാണ്. ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ കാര്യം പറഞ്ഞു. PM ഉഷ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ആ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രശ്നമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ ഇതിനെ അനുകൂലിക്കുന്നത്? എല്ലാത്തിനും സകല വികസനത്തിനെതിരെ നിൽക്കുന്ന VD സതീശൻ പോലും ഇതിനെ അനുകൂലിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, എനിക്ക് തോന്നുന്നത് CPIയുടെ സുഹൃത്തുക്കൾ ഇതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അവരുടെ ഭാഗത്ത് ന്യായമാണ്. ഞാൻ അവരെ ആ രീതിയിൽ അവരോട് എതിർക്കാൻ ഞാൻ തയ്യാറല്ല. ആർക്കുണ്ടാവുന്ന ന്യായമായ സംശയങ്ങള് അത് ന്യായമായിട്ടൊരു സംശയങ്ങൾ പരിഹരിക്കാനായിട്ടൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. അവർക്ക് ബോധ്യം വരുന്ന കാര്യങ്ങൾ യെസ് ആയാലും നോ ആയാലും മുന്നോട്ട് പോകും. അതുകൊണ്ട് ആരും ആരുടെ മുമ്പിലും കീഴടങ്ങിയിട്ടില്ല. അതാണ് അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ BJPയുടെ സ്റ്റാൻഡും ABVPയുടെ സ്റ്റാൻഡും ഒക്കെയാണ് ശരിയെന്ന് താങ്കൾക്ക് പറയേണ്ടതായി വരികയില്ലേ? അങ്ങനെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നുണ്ട് ഒപ്പിട്ടിരിക്കുന്നത്. ആദ്യം ഒപ്പിട്ട സംസ്ഥാനം അശോക് ഗെഹ്ലോട്ട് ഭരിച്ചിരുന്ന അതല്ല എന്റെ ചോദ്യം. അതായത് BJPയും പറയുന്നത് എന്തിനീ പദ്ധതി എതിർക്കണം എന്നുള്ളതാണല്ലോ ചോദ്യം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഭിലാഷ് മറുചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ ഡിഫൻസ് നമ്മുടെ ഡിഫൻസ് സംസ്ഥാനത്തിന്റെ കീഴിലാണോ? റെയിൽവേ സംസ്ഥാനത്തിന്റെ കീഴിലാണോ? എയർപോർട്ട് സംസ്ഥാനത്തിന്റെ കീഴിലാണോ? അവിടേക്ക് വരുന്ന പരിഷ്കാരങ്ങൾക്ക് വരെ ഞങ്ങളുടെ നാട്ടിലേക്ക് അത് അങ്ങനെ വണ്ടി വേണ്ട, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അല്ല, അതുപോലെയല്ല. ഇത് 40% സംസ്ഥാന സർക്കാരാണ് പണം മുടക്കേണ്ടത്. സൈന്യത്തിന് നമ്മൾ കേരളം തുകയൊന്നും നൽകുന്നില്ലല്ലോ. 110 കോടി രൂപ ലഭിക്കുന്നതിൽ 60% കേന്ദ്ര സർക്കാർ, 40% സംസ്ഥാന സർക്കാരുമാണ്. അതെ, അതുകൊണ്ടാണ് ഇടുന്നത്. അതാണല്ലോ BJP പറയുന്നത്. അതായത് ഇത് സർക്കാർ യഥാർത്ഥത്തിൽ പിന്നോട്ടടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കിട്ടേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നു. അവിടെ ഈ പറയുന്നത് പോലെ അജണ്ട എന്നത് സംഘപരിവാർ അജണ്ട സിലബസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നു അങ്ങനെയില്ല എന്ന്. പിന്നെന്താണ് പ്രശ്നം? അല്ല, അതെന്താണ് പ്രശ്നത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം പ്രൈം മിനിസ്റ്ററിന്റെ പേരിൽ ഏതാണ്ട് 112ഓളം യോജനകള് പദ്ധതികള് ഇന്ത്യ കൊണ്ട് അതിൽ 48ഓളം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്നും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒറ്റ ഉദാഹരണം, ഒറ്റ വരി പറഞ്ഞിട്ട് നിർത്താം. ഞാൻ അമേരിക്കയിൽ ജീവിച്ച ഒരാളാണ്. അമേരിക്കയിൽ പ്രസിഡന്റിന്റെ പേരിൽ എത്ര പദ്ധതികളുണ്ട്? മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലുണ്ട്. ഒബാമ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒബാമ കെയർ കൊണ്ടുവന്നു ഒബാമയുടെ പേരിൽ. ഇന്നും അത് നിലനിൽക്കുന്നു. ആരെങ്കിലും എതിർക്കുന്നോ? അപ്പൊ അതുകൊണ്ട് പേരിന്റെ പേര് എതിർക്കരുത്. വലിയ എതിർപ്പാണ് ട്രംപ് ഉയർത്തിയത്. അത് വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാക്കിയത്. രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് ട്രംപ് പറയുന്നത്. 12 വർഷം അതിനുശേഷം ആ പദ്ധതി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ട്രംപ് പല വിവരക്കേട് പറയുന്നുണ്ട്. ഒബാമ കെയറിന്റെ ബെനഫാക്ടേഴ്സ് ആണ് ആ രാജ്യത്തെ മുഴുവൻ ആളുകളും. എന്തായാലും താങ്കളുടെ പ്രതികരണത്തിൽ BJPയുടെ ആ പ്രതിനിധി ഞങ്ങളുടെ ജിതിൻ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജിതിൻ, അല്ല, ഞാൻ യാഥാർത്ഥ്യത്തിലൊന്നും ഞാൻ സംസാരിക്കുന്നത്, ഞാൻ കാവ്യവൽക്കരണത്തിന് അഡംബന്റായിട്ട് എതിർക്കുന്നതാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് കാവ്യവൽക്കരണം അവല്ല. കാവ്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മളെല്ലാം അംഗീകരിക്കുമോ? അതല്ലേ കേരളത്തിലെ സഹയാത്രികരായ റെജി ലൂക്കോസ് ആണ് ഇത് പറയുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല സന്തോഷം. ഇനി ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം കൂടെ എന്റെ സമയത്തിന്റെ ഒരു മിനിറ്റ് കൂടെ അദ്ദേഹത്തിന് കൊടുക്കണം. ഈ കാവ്യവൽക്കരണം ഈ NEPയിലും PM-ശ്രീയിലും ഈ കാവ്യവൽക്കരണം എന്നൊന്ന് വിശദമാക്കാൻ സാധിക്കും. എവിടെയാണ് ഈ കാവ്യവൽക്കരണം ഒന്ന് വിശദമാക്കി തരും? അതുകൂടെ ഒന്ന് വിശദീകരിച്ചോ. കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും ഉദാഹരണമല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ 9
പിന്നെ സർവകലാശാല വൈസ് ചാൻസലർമാരെ ഒറ്റയടിക്ക് പുറത്താക്കുകയും ഞാൻ ചോദിച്ചതിന് ഉത്തരമല്ല അങ്ങ് പറയുന്നത്. ഭാരതാംബി അവതരിപ്പിക്കാൻ ശ്രമിച്ചതും അല്ല, അത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് താങ്കൾ വാദിച്ചുള്ളൂ. പക്ഷേ NEP എന്ന് പറയുന്നത് കേരളം മാത്രം ബാധകമാകുന്നതല്ലോ, അത് ഏത് സ്റ്റേറ്റിനും എന്നുള്ളതാണല്ലോ. അത് തീർച്ചയായിട്ടും NEP എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് ഇവിടെ നടപ്പിൽ വരുത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. ഈ NEP എന്ന് പറയുന്നത് കാവ്യവൽക്കരണം എന്നതാണ് ചോദ്യം. അല്ല, ഞാൻ പകുതി പറയുമ്പോഴേ പത്രക്കട്ടിങ്ങിലൂടെ കട്ട് ചെയ്ത് ചോദിക്കുന്നത് എന്നോട് ചോദ്യം ഞാൻ കണ്ടിന്യൂ ചെയ്താണ്ട് ഇടയ്ക്ക് വെച്ച് മുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശം വക്രീകരിക്കപ്പെടും. ഞാൻ പറഞ്ഞ PM ശ്രീ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. PM ശ്രീ ഒപ്പിടുന്ന സർക്കാരുകൾക്ക് സിലബസ് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ പിന്നെ അതിനകത്തെ കൺഫ്യൂഷൻ എന്താണ്? ശ്രീ റെജി ലൂക്കോസ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന് അനുസൃതമായി സിലബസ് പഠിക്കും, അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും അങ്ങ് കരുതരുത്. നാഷണൽ കരിക്കുലം അങ്ങോട്ട് ഞാനൊരു കാര്യം ചോദിക്കും. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട K. സുരേന്ദ്രൻ, മുൻ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, പരസ്യമായിട്ട് പറഞ്ഞില്ലേ, നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ സവർക്കറെ കുറിച്ചും ഗോൾവാക്കറെ കുറിച്ചും പഠിപ്പിക്കും, ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കും, ഗാന്ധിജി ആത്മഹത്യ ചെയ്താണെന്ന് പഠിപ്പിക്കുന്ന അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ? ഒരു മിനിറ്റ്. ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കും എന്ന് സുരേന്ദ്രൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ? ഇന്ന് ഞാൻ എന്റെ പൊതുപ്രവർത്തകർ ഗാന്ധിജി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണല്ലോ. ചോദ്യം ചോദിച്ചല്ലോ. ഗോൾവാക്കറെ പഠിപ്പിക്കും, സവർക്കറെ പഠിപ്പിക്കും. ഈ രണ്ടുപേരുടെയും ഈ ഇന്ത്യ രാജ്യത്തിന്റെ സംഭാവന എന്താ? ഗോൾവാക്കർ എന്താ ചെയ്ത്? സവർക്കർ എന്താ ചെയ്ത്? അല്ല, അവിടെ ശ്രീ റെജി ലൂക്കോസ്, അവിടെ ശശി തരൂർ പറയുന്നത് പോലെ ഇവരെ കുറിച്ചൊക്കെ പഠിച്ചു എന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതിപ്പോൾ സ്വാഭാവികമായും അല്ല, ഞാൻ കേട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടില്ല. പക്ഷെ ഞാൻ കേൾക്കാത്തതൊന്നും സ്റ്റേറ്റ്മെന്റുകളല്ല എന്ന് എനിക്ക് വാദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീ ജിതിൻ ഞാൻ ആ ഘട്ടത്തിൽ ഇടപെടാതിരുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ സാധ്യത കുറവാണ്. ഞാൻ സമ്മതിക്കുന്നു, അതിന് സാധ്യത കുറവാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടി വേദിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നതിനെയാണ് പൊതുവെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയി കണക്കാക്കാറുള്ളത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞുവെങ്കിൽ എനിക്കത് എതിർക്കാൻ ഞാനൊന്ന് എന്തായാലും അതിലേക്ക് കൂടി പോകാം. അതിനിവിടെ റെജി ലൂക്കോസും അതുപോലെ ജിതിനും തമ്മിലുണ്ടാകുന്ന ഒരു തർക്കം ഇതിന്റെ സിലബസുമായി ബന്ധപ്പെട്ടാണ്. അത് തന്നെയാണല്ലോ ഈ നാഷണൽ കരിക്കുലം, അതായത് NEP യുടെ ഭാഗമായി തന്നെ സ്വാഭാവികമായ ഒരു കരിക്കുലം ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടെ റെജി ലൂക്കോസും പറയുന്നുണ്ട് ഇവിടെ ഈ സംഘപരിവാർ അജണ്ട എന്നത് തിരുകാൻ സാധിക്കില്ല എന്ന്. ഈ അജണ്ട തിരുകുന്നത് സ്വാഭാവികമായും അതിൻ്റെ ഭൗതിക തലത്തിൽ ആയിരിക്കുമല്ലോ. അതായത് കുട്ടികളെ പഠിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി പഠിപ്പിക്കുക. അത് പ്രായോഗികമല്ല എങ്കിൽ പിന്നെ എന്താണ് ഇടത് സംഘടനകൾക്കുള്ള വിയോജിപ്പ് ശ്രീയാദിൻ? അല്ല, ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, CPI യുടെയും CPM-ൻ്റെയും ദേശീയ സമ്മേളനങ്ങൾ